إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا സ്നേഹധരണീയരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് മുത്തഖികളായി ജീവിക്കാൻ ശ്രമിക്കണേ എന്നാദ്യമായി എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിന്റെ കർമ്മങ്ങൾക്കായി ലോക മുസ്ലിമീങ്ങളുടെ പ്രതിനിധികൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുള്ള ഒരു സന്ദർഭമാണിത്. അതിന് അവസരം ലഭിക്കാത്ത ആളുകൾ ബലിപെരുന്നാൾ ആഘോഷത്തിൻ്റെയും ബലികർമ്മത്തിൻ്റെയും കാത്തിരിപ്പിലാണ്. വിശ്വാസികളുടെ ഹൃദയങ്ങളും അവരുടെ അധരങ്ങളും കാതുകളുമെല്ലാം തക്ബീർ ധ്വനികൾ കൊണ്ട് നിറഞ്ഞു തുളുമ്പുന്ന ദിനരാത്രങ്ങളാണ് ദുൽഹിജ്ജയിലെ വിശേഷപ്പെട്ട ദിനങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് യാത്രയുടെ ഓർമ്മകൾ കൂടി അയവിറക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. ഹിജ്റ 8-ാം വർഷം മക്ക വിജയനാളിൽ കഅബയുടെ അകത്തളങ്ങളിലെ വിഗ്രഹങ്ങളെ നീക്കം ചെയ്തുകൊണ്ട് അതിൻ്റെ ശേഷം 2 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിച്ചിട്ടുള്ളത്. പ്രവാചക ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജായിരുന്നു അത്.
ആ സുവർണ നിമിഷത്തിന് സാക്ഷികളാവാൻ പല നാടുകളിൽ നിന്നായി വന്നിട്ടുള്ള ആളുകളെ, ആ ജനസഞ്ചയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിക്കുകയാണ്. ഒട്ടകപ്പുറത്ത് ഇരുന്നു കൊണ്ടും അല്ലാതെയുമായി വിവിധ സന്ദർഭങ്ങളിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹജ്ജ് വേളയിൽ നടത്തിയ പ്രഭാഷണങ്ങൾ നമ്മൾ പഠനവിധേയമാക്കേണ്ടതാണ്. ഖതബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദദൻ മിനൽ ഖുതബ്, ഒരുപാട് പ്രഭാഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഖുത്ബത്തുൻ ഖബ്ല യൗമി തർവിയ വഖുത്ബത്തു യൗമി അറഫ വഖുത്ബത്തു യൗമി നഹർ വഖുത്ബത്തുൻ ഫീ സാനി അയ്യാമി തശ്രീഖ്. അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ, ബലിപെരുന്നാളിന്റെ സന്ദർഭത്തിൽ, അതുപോലെ യൗമു തർവിയയുടെ ദിവസങ്ങളിൽ, യൗമു അറഫയുടെ ദിവസങ്ങളിൽ, അങ്ങനെ ഒട്ടനേകം പ്രഭാഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുകയാണ്. ഹദറ ഹാദിഹിൽ ഖുതബ് അക്സറ മിൻ 124,000. 1,24,000 വരുന്ന ആളുകൾ ആ പ്രസംഗം ശ്രവിച്ചിട്ടുണ്ട് എന്നാണ്. അതിൽ പ്രവാചകന്റെ ഏറ്റവും അവസാനത്തെ പ്രഭാഷണമായി, അഥവാ ഹജ്ജത്തുൽ വദാഇന്റെ വിടവാങ്ങൽ പ്രഭാഷണം എന്ന പേരിൽ അറിയപ്പെട്ടത് ദുൽഹിജ്ജ 9 അറഫ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു പ്രഭാഷണമാണ്. ദുഹറിന്റെ സമയമായപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്വ എന്ന് പറയുന്ന തന്റെ ഒട്ടകപ്പുറത്ത് നിന്ന് കയറി ബത്നുൽ വാദി എന്ന് പറയുന്ന, ഇന്ന് അറഫയിൽ അവിടുത്തെ പള്ളി സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്ത് വെച്ച് ചരിത്ര പ്രസിദ്ധമായ തന്റെ ഖുത്ബത്തുൽ വദാഇൽ തന്റെ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗം വിവിധ പരമ്പരകളിലൂടെ, വ്യത്യസ്തങ്ങളായ ഹദീസുകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കേണ്ടതും അയവിറക്കേണ്ടതുമാണ്. ഓരോ വർഷത്തിലും നമ്മൾ അതിന്റെ ഓർമ്മകൾ പുതുക്കണം. അതിൽ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്, ഞാനിതാ ഇവിടെ നിന്ന് വിട പറയാനായിരിക്കുന്നു എന്ന ഒരു സന്ദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇസ്മഉ ഖൗലി, നിങ്ങൾ എന്റെ സംസാരം സശ്രദ്ധം ശ്രവിക്കുക. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ യൗമി ഹാദാ ഫീ ഹാദൽ മൗഖിഫ്. ഈ ദിവസത്തിന് ശേഷം ഇതുപോലെയുള്ള സ്ഥലത്ത്, ഈ സ്ഥാനത്ത് വെച്ച് ഇതുപോലെ ഇനി നമ്മൾ കണ്ടുമുട്ടുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ, എന്റെ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് ഞാനിതാ ഈ ലോകത്ത് നിന്ന് വിട പറയാനായിരിക്കുന്നു എന്ന ഒരു സന്ദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി സഹാബത്തിന് നൽകിയത് എന്നർത്ഥം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ സൂചനകൾ വിളംബരം ചെയ്തുകൊണ്ട് സൂറത്തുൻ നസ്ർ അവതരിക്കുകയുണ്ടായി. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. ഹജ്ജ് നടക്കുന്ന വേളയിൽ മിനായിൽ വെച്ച് അയ്യാമു തശ്രീഖിന്റെ 2ാമത്തെ ദിവസത്തിലാണ് ഈ സൂറത്ത് അവതരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഫഅറഫ അന്നഹുൽ വദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയാനായിരിക്കുന്നു എന്ന് സ്വഹാബത്തിന് ബോധ്യപ്പെടുകയായിരുന്നു. ഇതാണ് ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന സന്ദേശം. രണ്ടാമത്തേത്, ഇന്ന ദിമാഅകും വഅംവാലകും വഅറാദകും അലൈക്കും ഹറാമുൻ ഇലാ അൻ തൽഖൗ റബ്ബകും കഹുർമതി യൗമികും ഹാദാ ഫീ ശഹരികും ഹാദാ ഫീ ബലദികും ഹാദാ. മനുഷ്യരെ, ഈ പ്രദേശത്തിന്റെ, ഈ മാസത്തിന്റെ, ഈ സുദിനത്തിന്റെ പവിത്രത പോലെ നിങ്ങളുടെ രക്തത്തിനും നിങ്ങളുടെ അഭിമാനത്തിനും നിങ്ങളുടെ സമ്പത്തിനും മരണം വരെ പരസ്പരം ആദരവ് കൽപ്പിക്കേണ്ടതാണ്. ഒരാളുടെ രക്തവും അന്യായമായി ചിന്തിക്കൂടാ.
ഒരാളുടെ അഭിമാനവും അന്യായമായി ക്ഷതം വരുത്തിക്കൂടാ, ഒരാളുടെ സമ്പത്തും അന്യായമായി അപഹരിച്ചുകൂടാ എന്ന ഏറ്റവും വലിയ ഇസ്ലാമിന്റെ സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അന്യായമായി ഒരാളെ വധിക്കാനോ അയാളുടെ രക്തം ചിന്താനോ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നർത്ഥം. യഥാർത്ഥ മുസ്ലിം ഒരിക്കലും വർഗീയത കൊണ്ട് നടക്കുന്നവനല്ല എന്ന ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരാൾക്ക് നേരെ ആയുധം ചൂണ്ടുന്നത് വരെ കുറ്റകരമാണ് എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ സന്ദേശങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ശ്രമിക്കേണ്ടതാണ്. വംശത്തിന്റെയും നിറത്തിന്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ഗുണത്തിലും അവരുടെ കഴിവിലും വ്യത്യാസമുണ്ട് എന്ന വിശ്വാസമാണ് യഥാർത്ഥത്തിൽ വർണ്ണവിവേചനം മുന്നോട്ട് വെക്കുന്നത്. ആ റാസിസത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു ആശയമാണ്. വർണ്ണവിവേചനം എന്നത് ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തോട് അഥവാ മറ്റൊരു വിഭാഗങ്ങളോട് കാണിക്കുന്ന വർണ്ണവിവേചനമായ സമീപനമാണ്. ഇത് ഇസ്ലാം വളരെ ശക്തമായി എതിർക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയിലെ കറുത്തവരും വെള്ളക്കാരുമായിട്ടുള്ള വിവേചനം, ആ ഒരു വിഷയം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അതുപോലെ നാസി ജർമ്മനിയിലെ ആര്യന്മാരും ജൂതന്മാരും തമ്മിലുണ്ടായ സംഘർഷം യഥാർത്ഥത്തിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യയിലെ സവർണരും അവർണരും തമ്മിലുള്ള വേർതിരിവ് തുടങ്ങിയതെല്ലാം യഥാർത്ഥത്തിൽ ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്. അമേരിക്കയിൽ ഈ അടുത്ത് നടന്ന കറുത്ത വർഗക്കാരനായ പോലീസുകാർക്കെതിരെ നടന്നിട്ടുള്ള ആക്രമണവും യഥാർത്ഥത്തിൽ ഈ ഒരു വർണ്ണ വിവേചനത്തിന്റെ പേരിലാണ്. ഇത് ഇസ്ലാം ശക്തമായി എതിർക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹജ്ജത്തുൽ വദാഇന്റെ അവസാനത്തെ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി താക്കീത് നൽകുന്നത് അതാണ്. ഇന്ന ദിമാഅകും വ അംവാലകും വ അഅറാദകും അലൈക്കും ഹറാമുൻ ഇലാ അൻ തൽഖൗ റബ്ബകും കഹുർമതി യൗമികും ഹാദാ ഫീ ശഹരികും ഹാദാ ഫീ ബലദികും ഹാദാ. ഈ സുദിനത്തിന്റെ, ഈ ഒരു സമയത്തിന്റെ, അതുപോലെ ഈ ഒരു പ്രദേശത്തിന്റെ, ഈ മാസത്തിന്റെ പവിത്രത എത്ര കണ്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ രക്തങ്ങൾക്ക്, നിങ്ങളുടെ സമ്പത്തിന്, നിങ്ങളുടെ അഭിമാനത്തിന്, അതിനെല്ലാം പവിത്രതയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തേത് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നകും സതൽഖൗന റബ്ബകും ഫയസ്അലുകും അൻ അഅമാലികും വഖദ് ബല്ലഗ്തു. മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ട ആശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ നാഥനുമായി കണ്ടുമുട്ടും. ഇന്നകും സതൽഖൗന റബ്ബകും. മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തര ജീവിതത്തിൽ നമ്മൾ നമ്മുടെ നാഥനെ കണ്ടുമുട്ടും. ഫയസ്അലുകും അൻ അഅമാലികും. നിങ്ങൾ ഈ ലോകത്ത് ചെയ്തു വെച്ച തിന്മകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. നിങ്ങൾ ചെയ്ത നന്മകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ നടത്തും എന്ന്. നോക്കൂ നിങ്ങൾ, ഫയസ്അലുകും അൻ അഅമാലികും. നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുകയാണ്. നമ്മൾ എന്തൊക്കെ കണ്ടു, എന്തൊക്കെ കേട്ടു, എന്തൊക്കെ നമ്മൾ ചെയ്തു, നമ്മുടെ ഓരോ കാര്യത്തെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഖദ് ബല്ലഗ്തു. ഞാനിതാ എന്റെ ദൗത്യം പൂർത്തീകരിച്ചു നൽകിയിരിക്കുന്നു. തിന്മ ചെയ്യരുത് എന്ന്, അധർമ്മം പാടില്ലെന്ന്, ഏതിലേക്ക് നോക്കരുതെന്ന്, ഏത് ചെയ്യരുതെന്ന് എല്ലാം കൃത്യമായി പഠിപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്തിൽ നിന്ന് ഞാൻ വിട പറയാനിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹറാമായ ഒന്നിലേക്ക് നമ്മൾ നോക്കാൻ പാടില്ലെന്ന്, ഹറാമായ ഒന്നിലേക്ക് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ലെന്നും എല്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടാണ് ഈ ലോകത്തിൽ നിന്ന് ഞാൻ വിട പറയാൻ പോകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നാലാമത് അവിടുന്ന് പറഞ്ഞു, മൻ കാന ഇൻദഹു അമാനത്തുൻ ഫൽയുഅദ്ദിഹാ ഇലാ മൻ ഇത്തമനഹു അലൈഹാ. നിങ്ങളുടെ കൈവശം ആരുടെയെങ്കിലും അമാനത്തുകൾ അഥവാ സൂക്ഷിപ്പ് സ്വത്തുകൾ ഉണ്ടെങ്കിൽ അത് അതിന്റെ അവകാശികൾക്ക് നിങ്ങൾ വിട്ടുകൊടുക്കണം. ആരുടെയെങ്കിലും സമ്പത്ത് ഒരു അമാനത്തായി നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചത് നിങ്ങളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തിരിച്ചു കൊടുക്കുക. അഞ്ചാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന കുല്ല റിബൻ മൗദൂഉൻ വലകും റൂഊസു അൻവാലികും ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ. ജാഹിലിയ കാലഘട്ടത്തിലെ, ഇരുണ്ട യുഗത്തിലെ
എല്ലാവിധ പലിശയെയും ഞാനിതാ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. എല്ലാവിധ പലിശയെയും ഞാനിതാ ചവിട്ടി താഴ്ത്തി കളഞ്ഞിരിക്കുന്നു. മൂലധനമല്ലാതെ ഒന്നും നിങ്ങൾക്ക് അവകാശപ്പെടുന്നില്ല. അവനവന്റെ മൂലധനം മാത്രമാണ് ഒരാൾക്ക് അവകാശമായിട്ടുള്ളത്. ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ. ഒരാളുടെയും നേരെ അതിക്രമം പാടില്ലല്ലോ. അതുകൊണ്ട് പലിശ ഇനി നമുക്ക് പറ്റില്ല, അത് ഹറാമാണ്. ഖദല്ലാഹു അല്ലാ റിബൻ വ ഇന്ന റിബ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് മൗദൂഉൻ കുല്ലുഹു. എന്റെ പിതൃവ്യൻ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അന്ന് വലിയ പലിശക്കാരനാണ്. എല്ലാവരും അദ്ദേഹത്തിന് പലിശ കൊടുക്കാനുണ്ട്. ഞാനിതാ എന്റെ പിതൃവ്യനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന് കിട്ടേണ്ടതായ മുഴുവൻ പലിശയും ഞാനിതാ ദുർബലപ്പെടുത്തിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പലിശയുടെ ഗൗരവം നാൾക്ക് നാൾ കുറഞ്ഞു വരുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. വാഹനം വാങ്ങാൻ പലിശ വേണം, വീട് വെക്കാൻ പലിശ വേണം, കച്ചവടം ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ പലിശ വേണം, സ്ഥലം വാങ്ങണമെങ്കിൽ പലിശ വേണം. പലിശയില്ലാത്ത എന്താണ് ഇന്നുള്ളത്? പലിശ ഒരാളുടെ ജീവിതത്തിൽ വന്നാൽ, അതിന്റെ ഏതെങ്കിലും ഒരു അംശം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ സമ്പത്ത് ഹറാമായി, നമ്മുടെ സമ്പത്തിന്റെ മുഴുവൻ ബറക്കത്തും നഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ സമ്പാദിക്കുന്ന എല്ലാം ഹറാമാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ അതിന്റെ ബാലൻസിൽ പലിശ കയറിയാൽ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ വൈഫിന്, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന, നമ്മുടെ കുടുംബത്തിന് നാം വാങ്ങിക്കൊടുക്കുന്ന എല്ലാ വസ്ത്രവും ഹറാമായി തീരും. നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടും. നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ, സമാധാനക്കേടുകൾ കടന്നു വരും. നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ബറക്കത്തുകളും റഹ്മത്തും അതോടെ നിർത്തപ്പെടും. അതുകൊണ്ട് ഗൗരവമായി ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാവിധ പലിശയും ഞാനിതാ ദുർബലപ്പെടുത്തിയിരിക്കുന്നു, ഇനി മുതൽ അത് പാടില്ലെന്ന്. അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്ന വസ്ത്രങ്ങൾ, നമ്മൾ നമ്മുടെ കുടുംബത്തിന് വാങ്ങിക്കൊടുക്കുന്ന ഭക്ഷണങ്ങൾ എല്ലാത്തിലും ഹറാമായി തീരുന്ന ഒരു അവസ്ഥ സംജാതമായി തീരുകയാണ്. അതുകൊണ്ട് ഗൗരവത്തോടുകൂടി നമ്മൾ ആ വിഷയം ശ്രദ്ധിക്കണം. ആറാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്ന കുല്ല ദമിൻ കാന ഫിൽ ജാഹിലിയ്യതി മൗദൂഉൻ. അനിസ്ലാമിക കാലത്തെ അഥവാ ജാഹിലിയ കാലഘട്ടത്തിലെ എല്ലാ കുടിപ്പകയും ഇന്നിതാ ഞാൻ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഒരാൾക്കും ഒരാളോടും ഒരു ദേഷ്യവും ഒരു പകയും വേണ്ട, എല്ലാം ഞാനിതാ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. വ ഇന്ന അവ്വല ദിമാഇകും علأ دم بن ربيعة بن الحارث بن عبد المطلب كان مسترضعا في بني ليث فقتلته هذيل فهو أول ما أبدأ به من دماء الجاهلية. അനിസ്ലാമിക കാലത്തെ എല്ലാവിധ കുലമഹിമകളും പദവികളും ഞാനിതാ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. ആർക്കും ആരോടും ഒരു ഗോത്രത്തിന്റെ പേരിലും ഒരു നിറത്തിന്റെ പേരിലും ആരും ആരെയും പെരുമ നടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഇതാ ഞാൻ ദുർബലപ്പെടുത്തുന്നു. അബ്ദുൽ മുത്തലിബിന്റെ മകൻ, ഹാരിസിന്റെ മകൻ റബീഅയുടെ മകന്റെ വിഷയത്തിലാണല്ലോ ഏറ്റവും വലിയ പ്രതികാരമുള്ളത്, ഏറ്റവും വലിയ കുടിപ്പകയുള്ളത്. അതുകൊണ്ട് അത് പാലൂട്ടാൻ വേണ്ടി ലൈസ് ഗോത്രത്തെ ഏൽപ്പിച്ചതാണ് ആ കുട്ടിയെ, റബീഅയുടെ കുട്ടിയെ ലൈസ് ഗോത്രത്തിൽ ഏൽപ്പിക്കുന്നു പാലൂട്ടാൻ വേണ്ടി. എന്നാൽ ഹുദൈൽ ഗോത്രക്കാരാൽ ഉണ്ടായ ഒരു യുദ്ധത്തിൽ ഒരമ്പ കുട്ടിയിൽ തറക്കുകയും ആ കുട്ടി മരണപ്പെടുകയും ചെയ്യുന്നു. അതോടുകൂടിയാണ് അവിടെ പക ഉണ്ടാകുന്നത്, വിദ്വേഷം ഉണ്ടാകുന്നത്. അതാണ് അന്നത്തെ കുടിപ്പകയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട വിഷയവും. അന്ന് ജാഹിലിയ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, كان مسترضعا في بني ليث فقتلته هذيل فهو أول ما أبدأ به من دماء الجاهلية. എങ്കിൽ അതും ഞാൻ ദുർബലപ്പെടുത്തുന്നു. ഇനി ആരോടും ആർക്കും ഒരു വിദ്വേഷം വേണ്ട, ഒരു പകയും വേണ്ട, അതെല്ലാം നിർത്തിക്കൊള്ളണം എന്ന്. ഏഴാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്ന ശൈത്താന ഖദ് ഐസ അൻ യുഅബദ ബിഅർദികും ഹാദി. ജനങ്ങളെ, നിങ്ങളുടെ ഈ ഭൂമിയിൽ ഇനി പിശാച് ആരാധിക്കപ്പെടുന്നതിൽ നിന്നും അവൻ നിരാശനായിരിക്കുന്നു. കാരണം ശുദ്ധ തൗഹീദിന്റെ ഏകദൈവാരാധന പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറയുന്നത്. ഇനി ശൈത്താൻ ആരാധിക്കപ്പെടുന്നതിൽ നിന്നും അവൻ നിരാശനാണ്.
കാരണം സത്യം ഇവിടെ ബോധ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാകിന്നഹു ഖദ് റദിയ ബി അൻ യുതാഅ ഫീമാ സിവാ ദാലിക ഫീമാ തഹ്ഖിറൂന മിൻ അഅമാലികും. ആരാധനയല്ലാത്ത നിങ്ങൾ ചെയ്യുന്ന ഹറാമുകൾ, നീച പ്രവർത്തനങ്ങൾ, മ്ലേച്ഛവൃത്തികൾ അവൻ അത് അനുസരിക്കപ്പെടുകയാണ്. നിങ്ങൾ ഒരു തിന്മ ചെയ്യുമ്പോൾ, ഒരു ഹറാമ് കാണുമ്പോൾ, കേൾക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, ഒരാളെ തെറി വിളിക്കുമ്പോൾ നിങ്ങൾ അത് പിശാചിനെ അനുസരിക്കുന്നത് തുല്യമാണ്. അവനെ അനുസരിക്കുമ്പോൾ അവൻ തൃപ്തി അടയുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഹറാമുകൾ പിശാചിന് തൃപ്തി ഉണ്ടാക്കുന്നു, അവന് സന്തോഷമുണ്ടാക്കുന്നു എന്നർത്ഥം. ഹറാമുകൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം പോലും പൈശാചികമാണ്, അത് പിശാചിനുണ്ടാക്കുന്ന സന്തോഷമാണ് എന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാവണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എട്ടാമത്തെ കാര്യം, ഫഇന്നി ഖദ് തറക്തു ഫീകും മാ ഇൻ അഖദ്തും ബിഹി ലൻ തദില്ലു കിതാബല്ലാഹി വസുന്നത നബിയിഹി. രണ്ട് കാര്യങ്ങൾ ഞാനിതാ നിങ്ങളെ ഏൽപ്പിക്കുന്നു, അത് രണ്ട് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല. അത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് ഒന്ന്, മറ്റൊന്ന് നബിയുടെ ചര്യമാണ്. മുസ്ലിം സമുദായത്തിൽ നാൾക്കുനാൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുമ്പോൾ അടിയുറച്ച നിലപാട് സ്വീകരിക്കാൻ വ്യക്തമായ മാർഗരേഖ കാണിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് സന്ദേശങ്ങളാണ് ആ ഖുത്ബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പഠിപ്പിച്ചത്. അത് മുഴുവൻ കേൾക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന വ്യാഴമാണ് ഈദുൽ അദ്ഹ, പെരുന്നാൾ സുദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് മര്യാദകളുണ്ട്, സുന്നത്തുകളുണ്ട്. അത് മുഴുവൻ നമ്മൾ പറയാൻ സമയമില്ല. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് മുമ്പ് ഖുതുബകളിലൊക്കെ. പരമാവധി ആ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. പുതിയ വസ്ത്രം ധരിക്കുക, ഇനി പുതിയ വസ്ത്രം വാങ്ങുന്നില്ലെങ്കിൽ ഉള്ളത് നല്ലത് ധരിക്കുക, സുഗന്ധം പൂശുക, വ്യത്യസ്ത വഴികളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ വ്യത്യസ്ത വഴികൾ സ്വീകരിക്കുക എന്നിങ്ങനെയുള്ള, അതുപോലെ തക്ബീറുകൾ ധാരാളമായി ചൊല്ലുക, ഇങ്ങനെയുള്ള സുന്നത്തുകൾ ആ ദിവസത്തിൽ പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ദുൽഹിജ്ജയിലെ 9 അഥവാ അറഫ ദിവസം എന്ന് പറയുന്ന വളരെ പവിത്രമായ ദിവസമാണ്. റമദാനിന്റെ അവസാനത്തെ 10 രാത്രികളിൽ ലൈലത്തുൽ ഖദറിന് എത്ര ശ്രേഷ്ഠതയുണ്ടോ അതുപോലെയാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ദുൽഹിജ്ജയിലെ പകലിനാണ് ശ്രേഷ്ഠത. അതിൽ ലൈലത്തുൽ ഖദർ നമുക്ക് എന്നാണെന്നറിയില്ല, പക്ഷെ ദുൽഹിജ്ജയിലെ അറഫ ദിവസം നമുക്ക് എന്നാണെന്നറിയാം. ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ, ഏറ്റവും അഫ്ളലായിട്ടുള്ള ദുആ, അന്ന് ഒരുപാട് അടിമകളെ നരകത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മോചിപ്പിക്കുന്ന ദിവസം കൂടിയാണ്. അതുകൊണ്ട് ആ ദിവസം നമ്മൾ നോമ്പ് നോൽക്കാൻ ശ്രദ്ധിക്കണം. അറഫാ ദിവസത്തിലെ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, യുകഫിറു സനതൽ മാദിയ വൽ ബാഖിയ. വരാനിരിക്കുന്നതും കഴിഞ്ഞതുമായ ഒരു വർഷത്തിലെ എന്ന് പറഞ്ഞാൽ 2 വർഷം, വരാനിരിക്കുന്ന ഒരു വർഷം, കഴിഞ്ഞ ഒരു വർഷം, എല്ലാ ചെറുപാപങ്ങളും ആ നോമ്പ് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും എന്നാണ്. ഉമ്മു അതിയ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഉമിർന അൻ നഖ്റുജ ഫനുഖ്രിജൽ ഹുയ്യദ വൽ അവാതിഖ വദവാതിൽ ഖുദൂർ എന്നാണ്. ഉമ്മു അതിയ റളിയല്ലാഹു അൻഹ പറയാൻ, ആർത്തവകാരികളായ സ്ത്രീകളെയും യുവതികളെയും, എത്രത്തോളം അന്തപുരങ്ങളിൽ ഇരിക്കുന്ന സ്ത്രീകളെ വരെ ഈദ്ഗാഹിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളോട് ശാസിക്കപ്പെടാറുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, എല്ലാ സ്ത്രീകളും വന്ന് പള്ളിയിൽ വരട്ടെ, അല്ലെങ്കിൽ ഈദ്ഗാഹിലേക്ക് അവർ വരട്ടെ, എന്നിട്ട് ആർത്തവകാരികൾ മുസ്ലിങ്ങളുടെ സംഘത്തിലും അവരുടെ പ്രാർത്ഥനകളിലും പങ്കെടുക്കട്ടെ, നമസ്കാര സമയത്ത് നമസ്കാര സ്ഥലത്ത് നിന്ന് അവർ അകന്നു നിൽക്കട്ടെ, ആ സന്തോഷത്തിൽ അവരും പങ്കാളികളാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറയുന്നത് കാണാൻ കഴിയും. അപ്പൊ പെരുന്നാളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്ന് പറഞ്ഞാൽ പെരുന്നാൾ നിസ്കാരം തന്നെയാണ്. അന്നത്തെ കാലാവസ്ഥ അനുസരിച്ച് ഈദ്ഗാഹിലോ പള്ളിയിലോ നടത്തുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതിലേക്ക് നമ്മൾ
കുടുംബസമേതം എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അഅലാ ഇഹ്ദാനാ ബഅസുൻ ഇദാ ലം യകുൽ ലഹാ ജിൽബാബുൻ അല്ലാ തഖ്റുജ. ഞങ്ങളിൽ ഒരാൾക്ക് ഔറത്ത് മറയുന്ന വസ്ത്രം പെരുന്നാൾ നമസ്കാരത്തിന് വരാതിരിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് പറഞ്ഞാൽ, അത് മറക്കാൻ പോലും, ഔറത്ത് മറക്കാൻ പോലുമുള്ള വസ്ത്രം വന്നില്ല. അത്രയും ദാരിദ്ര്യമാണ്, ഇന്നത്തെ കാലത്തെ പോലെയല്ല. അപ്പോൾ ഞങ്ങൾ വരേണ്ടതുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലിതുൽബിസ്ഹാ സാഹിബതുഹാ മിൻ ജിൽബാബിഹാ ഫൽയശ്ഹദ്നൽ ഖൈറ വദഅവതൽ മുഅ്മിനീൻ. എങ്കിൽ അവളുടെ കൂട്ടുകാരിയുടെ വസ്ത്രം കൊടുക്കട്ടെ, എന്നിട്ട് ആ പുണ്യത്തിലും സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയിലും അവളും പങ്കെടുക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യുത്തരം നൽകുന്നത്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടും അധ്യാപനവും ആ സ്നേഹബന്ധവും നോക്കൂ. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കട്ടെ, എന്നിട്ട് അവർ അവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ പെരുന്നാൾ വസ്ത്രം ആയിരങ്ങളും പതിനായിരങ്ങളും ചെലവഴിച്ച് നാം എടുക്കുന്ന വസ്ത്രം ഔറത്ത് മറയാത്തതാണെങ്കിൽ അത്ര ഗൗരവപ്പെട്ട വിഷയമാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട കുടുംബനാഥന്മാരെ, രക്ഷിതാക്കളെ, ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ പെൺമക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രം ഏത് രൂപത്തിലുള്ള വസ്ത്രമാണ്? ഇസ്ലാമിക വസ്ത്രധാരണമാണോ ഇന്നത്തെ പെൺകുട്ടികൾ സ്വീകരിക്കാറുള്ളത്? പിന്നിൽ നിന്ന് നോക്കിയാൽ അത് ആണാണോ പെണ്ണാണോ തിരിച്ചറിയാൻ പറ്റൂല. ആണ് ധരിക്കുന്നതും പെണ്ണ് ധരിക്കുന്നതും പാന്റും ഷർട്ടും തന്നെയാണ്, അല്ലേ? എവിടെ നിന്നാണ് അങ്ങനെയുള്ള വസ്ത്രങ്ങൾ വന്നത്? ഇത് ഇസ്ലാമിക വിരുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലഅനത്ത് കിട്ടുന്ന കാര്യമാണ്. ലോക സൃഷ്ടാവായ റബ്ബുൽ ഇസ്സത്തിന്റെ ശാപമുള്ള കാര്യമാണ്. പെണ്ണ് ആണിനെ പോലെ വസ്ത്രം ധരിക്കുക, ആണ് പെണ്ണിനെ പോലെ വസ്ത്രം ധരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കുടുംബനാഥന്മാരെന്ന നിലക്ക് നമ്മുടെ പെൺമക്കൾക്ക് നമ്മളാൾ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നത് നമ്മളൊരു ദയ്യൂസമാരായി മാറരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ, നിങ്ങൾ ഒരു ഹദീസിൽ കാണാം, വലമ്മാ ദഖല നിസ്വത്തും മിൻ ബനി തമീം അലാ ഉമ്മിൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ അലൈഹിന്ന സിയാബുൻ റിഖാഖുൻ. നേർത്ത ഒരു വസ്ത്രം ധരിച്ച ഒരു പെണ്ണ്, ബനു തമീം ഗോത്രക്കാരിയാണ്. അവൾ ആയിഷ ബീവിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ ആയിഷ ബീവി പറയുന്ന മറുപടി, ഇൻ കുൻതുന്ന മുഅ്മിനാത്തിൻ ഫലൈസ ഹാദാ ബിലിബാസിൽ മുഅ്മിനാത്ത്. ഈ ഒരു മുഅ്മിനാണെങ്കിൽ ഈ വസ്ത്രം പറ്റൂല, ഇത് ഇസ്ലാമികമല്ല, നേർത്ത വസ്ത്രമാണ്. നിന്റെ ശരീരത്തിലെ ഭംഗി മറ്റുള്ളവരെ കാണിക്കുന്ന വസ്ത്രമാണ്. കാമവെറിയന്മാരുടെ കാമ കണ്ണുകൾക്ക് എന്തിനാണ് നമ്മുടെ ശരീരവും സൗന്ദര്യവും വിട്ടുകൊടുക്കുന്നത്? അതൊരിക്കലും നമ്മുടെ പെൺമക്കളുടെ ശരീരത്തിൽ നോക്കി ഒരാളും ആസ്വദിക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത്. ആ രൂപത്തിലാണ് നമ്മുടെ പെൺമക്കളെ വളർത്തേണ്ടത് എന്ന് ഗൗരവമായി ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുക, ഇത് മുസ്ലിങ്ങളുടെ വസ്ത്രമല്ല. അതുകൊണ്ട് ഗൗരവമായി നല്ല ലൂസുള്ള ഇസ്ലാമിക വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ കളക്ഷൻ എടുക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ച പോലെ നമ്മുടെ മദ്രസന് വേണ്ടിയാണ്. എല്ലാവരും കഴിവിന്റെ പരമാവധി സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والسلام على المرسلين والحمد لله رب العالمين.